ശ്രീധരൻ ചേട്ടന്റെ ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് രാഘവൻ പത്രം വായിക്കുകയായിരുന്നു. പുറത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. ആകാശത്ത് കറുത്തിരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടി. ചായക്കടയുടെ ഓടിട്ട മേൽക്കൂരയിൽ മഴത്തുള്ളികൾ പതിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇന്നൊരു കട്ടൻ ചായ എടുക്കട്ടെ രാഘവ? ശ്രീധരൻ ചേട്ടൻ ചോദിച്ചു. വേണം ചേട്ടാ, നല്ല ചൂടോടെ ഒരെണ്ണം. രാഘവൻ പത്രം മടക്കി വെച്ചു. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടത്. പെട്ടെന്ന് മഴയുടെ ശക്തി കൂടി. ബൈക്ക് ചായക്കടയുടെ മുന്നിലെത്തി നിന്നു. കുടയില്ലാതെ നനഞ്ഞൊലിച്ച് വേലായുധൻ ചേട്ടൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി. എന്താ വേലായുധ, ഈ മഴയത്തെങ്ങോട്ടാ? ശ്രീധരൻ ചേട്ടൻ ചോദിച്ചു. ഒന്ന് ആശുപത്രി വരെ പോകണം ചേട്ടാ, കുട്ടിയുടെ പനിയൊന്ന് കാണിക്കാൻ. വേലായുധൻ ചേട്ടൻ വിഷമത്തോടെ പറഞ്ഞു. അയ്യോ, മഴയത്തെങ്ങനെ പോകും ഇത്രയും ദൂരം? രാഘവൻ ചോദിച്ചു. എന്തായാലും പോയേ പറ്റൂ രാഘവ, വേറെ വഴിയില്ല, വേലായുധൻ ചേട്ടൻ പറഞ്ഞു. ശ്രീധരൻ ചേട്ടൻ വേലായുധൻ ചേട്ടന് ചൂടുള്ള ഒരു ചായ കൊടുത്തു. ഇതൊന്ന് കുടിക്ക് വേലായുധ, എന്നിട്ട് പോകാം. ചായ കുടിച്ച ശേഷം വേലായുധൻ ചേട്ടൻ യാത്രക്കൊരുങ്ങി. അപ്പോഴാണ് രാഘവൻ ചേട്ടൻ എഴുന്നേറ്റത്. ഞാനും വരാം വേലായുധ, ബൈക്കിന് പിന്നിലിരിക്കാം, ഒരുമിച്ച് പോകാം, രാഘവൻ ചേട്ടൻ പറഞ്ഞു. വേലായുധൻ ചേട്ടൻ അത്ഭുതത്തോടെ രാഘവനെ നോക്കി. വേണ്ട രാഘവ, നിനക്ക് ബുദ്ധിമുട്ടാകും. ബുദ്ധിമുട്ടൊന്നുമില്ല വേലായുധ, നമുക്ക് ഒരുമിച്ച് പോകാം. രാഘവൻ ചേട്ടൻ ചിരിച്ചു. അവർ രണ്ടുപേരും മഴയത്ത് ബൈക്കിൽ യാത്ര ചെയ്തു. രാഘവൻ ചേട്ടൻ കുട പിടിച്ചു. ആശുപത്രിയിലെത്തി കുട്ടിയെ കണ്ടു. മരുന്നുകൾ വാങ്ങി തിരികെ വരുമ്പോൾ മഴ കുറഞ്ഞിരുന്നു. വേലായുധൻ ചേട്ടൻ രാഘവൻ ചേട്ടനോട് നന്ദി പറഞ്ഞു. സാരമില്ല വേലായുധ, നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, ഇത്തരം സമയങ്ങളിൽ നമ്മൾ പരസ്പരം സഹായിക്കണം, രാഘവൻ ചേട്ടൻ പറഞ്ഞു. അവർ രണ്ടുപേരും ശ്രീധരൻ ചേട്ടന്റെ ചായക്കടയിൽ തിരിച്ചെത്തി. ശ്രീധരൻ ചേട്ടൻ അവർക്ക് ചൂടുള്ള കപ്പലണ്ടി കൊടുത്തു. ആ ഗ്രാമത്തിലെ സൗഹൃദത്തിന്റെ ചൂട് ആ കപ്പലണ്ടിയുടെ ചൂടിനേക്കാൾ ഏറെയായിരുന്നു.